അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. മുഖ്തസർ 88 അഹ്വാലുൽ മുസ്നദ് 1 പേജ് നമ്പർ 130. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. വസ്സലാത്തു വസ്സലാമു അലാ സയ്യിദിനാ മുഹമ്മദിൻ വാലിഹി വസഹ്ബിഹി. അഹ്വാലുൽ മുസ്നദി, ഇത് മുസ്നദിന്റെ അഹ്വാലിനെ പറ്റി പറയുന്ന ബാബാണ്. മുസ്നദിന്റെ അഹ്വാല് ഒരുപാട് പറയാനുണ്ട്. മുസ്നദിനെ തെർക്ക് ചെയ്യൽ, മുസ്നദിനെ പറയല്, മുഫറദാക്കല്, മുസ്നദ് ഫിഇലാവൽ, ഇസ്മാവൽ, മുഖയ്യദാവൽ, അത് മഅമൂല് കൊണ്ട് മുഖയ്യദാവല്, ഷർത്ത് കൊണ്ട് മുഖയ്യദാവല്, വൈറു മുഖയ്യദാവല്, നെക്കിറയാവല്, മൈരിഫയാവല്, ഇദാഫത്ത് കൊണ്ട് ഖാസാക്കപ്പെട്ടതാവൽ, വസ്ഫ് കൊണ്ട് ഖാസാക്കപ്പെട്ടതാവൽ, ജുംലയാവൽ, തഅഖുറ്, തഖദ്ദുമ്, ഇങ്ങനെ ഒരുപാട് അഹ്വാലുകൾ മുസ്നദിനുണ്ട്. അതൊക്കെ ഈ കിതാബിൽ പറയും. അഹ്വാലുൽ മുസ്നദി, മുസ്നദിന്റെ അഹ്വാല് പറ്റി പറയുന്ന ബാബാണ്. അമ്മാ തർക്കുഹു, അപ്പോൾ മുസ്നദിനെ തെർക്ക് ചെയ്യൽ, അതിനെ പറയാതിരിക്കല്. മുസ്നദിലേഹിന്റെ അവിടെ അമ്മ ഹദഫുഹു എന്നാ പറഞ്ഞിട്ടുള്ളത്. രണ്ടു ഉദ്ദേശം ഒന്ന് തന്നെ. എന്തുകൊണ്ട് അവിടെ ഹദഫ് പറഞ്ഞു, ഇവിടെ തെറുക്കു പറഞ്ഞു എന്ന് അവിടെ മുസ്നദ് ഇലൈഹിനെ കളയുന്നോടത്ത് പറഞ്ഞിട്ടുണ്ട്. ആ വിഷയം അവിടെ നോക്കിയാൽ മതി. അമ്മാ തെറുക്കുഹു, അപ്പോൾ മുസ്നദിനെ ഒഴിവാക്കൽ, അതായത് പറയാതിരിക്കൽ, അതായത് കളയൽ. ഫലിമാ മർറ ഫി ഹദഫിൽ മുസ്നദ് ഇലൈഹി, മുസ്നദ് ഇലൈഹിനെ കളയുന്നതിൽ കഴിഞ്ഞു പോയ ഒന്നിനു വേണ്ടിയിട്ടാണ്. അപ്പൊ മുസ്നദ് ഇലൈഹിനെ കളയാൻ എന്തെല്ലാം കാരണങ്ങൾ പറഞ്ഞു. അതിൽപ്പെട്ട ചില കാരണങ്ങൾ മുസ്നദിനെ കളയാനുണ്ടാകും. ഒരു ഉദാഹരണം പറയാണ്. കൗലിഹി, ഷായറിന്റെ കൗല് പോലെ. കേട്ടോ, വല്ലവന്റെയും വീട് മദീനത്താണെങ്കിൽ അത് അതിന്റെ ജവാബ് ഫഖദ് ഹസുനത്ത് ഹാലുഹൂന, അവന്റെ അവസ്ഥ നല്ലത് തന്നെ. എന്നാൽ ഞാൻ അങ്ങനെയല്ല, കാരണം ഞാൻ അങ്ങനെയല്ല, എന്റെ ഹാല് മോശമാണ്. വസാഅത്ത് ഹാലത്തി വഹാലത്തു കയ്യാരിന്ന, എന്റെ ഹാലും എന്റെ കയ്യാറുന്ന കുതിരയുടെ ഹാലും മോശമാണ്. കാരണം ഫഇന്നീ വകയ്യാറുൻ ബിഹാല ഗരീബൂ, ഞാനും എന്റെ കയ്യാറുന്ന കുതിരയും ബിഹാ മദീനത്തിൽ ലഗരീബുൻ, വിദേശിയാണ്. അപ്പൊ ഫഇന്നി എന്നുള്ളത് ഒരു മഹദൂഫായ ഒന്നിന് ഇല്ലത്താണത്. ജവാബ് മഹദൂഫാണ്. വല്ലവന്റെയും വീട് മദീനത്താണെങ്കിൽ അത് അവന്റെ അവസ്ഥ വളരെ നല്ലതാണ്, മദീനത്താണല്ലോ. എന്നാൽ എന്റെ ഹാല് മോശമാണ്, കാരണം ഞാനും എന്റെ കയ്യാറെന്ന കുതിരയും അവിടെ വിദേശിയാണ്. ഇവിടെ എന്താണ് സംഭവിച്ചത്? ഫഇന്നി എന്ന ഇന്നന്റെ ഖബറിലെ ഗരീബാണ്. കയ്യാർ എന്ന മുബ്തദാന്റെ ഖബറിനെ കളഞ്ഞു എന്നാണ് പറയുന്നത്. അവിടെ നോക്കാം. അർറഹിലു, റഹിലി എന്ന് പറഞ്ഞാൽ ഹുവ അൽ മൻസിലു വൽ മഅവ, വീട്, പാർപ്പിടം എന്നെല്ലാമാണ്. വകയ്യാറുൻ ഇസ്മു ജമലിൻ ലി ഷാഇരി, ഷാഇറിന്റെ ഒരു ഒട്ടകത്തിന്റെ പേരാണെന്ന് അപ്പോൾ ഇതിൽ പറഞ്ഞിട്ടുള്ളത്. കുതിര എന്ന് പറയുന്നുണ്ട്.
ഷായിറിനുള്ള ഒട്ടകത്തിന്റെ പേരാണ്. വഹുവ ഷായിർ ലാബി ഇബ്നുൽ ഹാരിസ് എന്നവരാണ്. കദാഫി സഹാഹി, സഹാഹ് എന്ന കിതാബിൽ അങ്ങനെ ഉള്ളത്. ഏത് കയ്യാർ എന്നുള്ളത് ഒട്ടകത്തിന്റെ പേരാണെന്നും ഷായിർ ലാബി ഇബ്നുൽ ഹാരിസ് ആണെന്നും. വക്കീല പറയപ്പെട്ടു ഇസ്മു ഫറസിൻ, കുതിരന്റെ പേരാണ്. ലഫ്ലുൽ ബൈത്തി ഖബറുൻ, ബൈത്തിന്റെ ലഫ്ല് ഖബറാണ്. പക്ഷേ ഇവിടെ ഖബർ കൊണ്ട് ഫായിദത്തുൽ ഖബറോ ലാസിമു ഫായിദത്തുൽ ഖബറോ ഉദ്ദേശം ഇല്ല. പക്ഷേ മഅനാഹു അത്തഹസ്സുറു വത്തവജ്ജുഹു, ഇതിന്റെ മഅന ഖേദം പ്രകടിപ്പിക്കലും സങ്കടപ്പെടലുമാണ്. കാരണം എൻ്റെ വീട് മദീനത്തല്ല, ഞങ്ങൾ അവിടെ വിദേശിയാണ് എന്നാ. അത് സങ്കടം ബോധിപ്പിക്കുകയാണ് അവിടെ. ഫൈനി വ കയ്യാറു ബിഹാല ഗരീബു എന്നുള്ളത് ലഫ്ല് ഖബറാണെങ്കിലും ഫായിദത്തുൽ ഖബറോ ലാസിമു ഫായിദത്തുൽ ഖബറോ ഇവിടെ ഉദ്ദേശം ഇല്ല. തഹസ്സുർ, അതുപോലെ തന്നെ തവജ്ജുഹ്. അത് അന്നത്തി ബീവി പറഞ്ഞതുപോലെ റബ്ബി ഇന്നി വലഅത്തുഹാ ഉൻസ വലൈസ ദക്കറു കൽ ഉൻസ, അവിടെ തഹസ്സുറും തവജ്ജുഹ് ആണല്ലോ അവിടെയും ഉള്ളത്. പിന്നെ ഫൽ മുസ്നദു ഇലാ കയ്യാറുൻ, കയ്യാറിലേക്ക് ഇസ്നാദ് ചെയ്യപ്പെട്ട മുസ്നദ് അത് മഹ്ദൂഫുൻ, കളയപ്പെട്ടിട്ടുണ്ട്. അപ്പൊ മുസ്നദിനെ തെർക്ക് ചെയ്തു. അതെന്താണ്? ഇനി ഖസ്ദിൽ ഇഖ്തിസാരി, കലാമ് മുഖ്തസറാവലിനെ കരുതിയതിന് വേണ്ടി. കാരണം കളഞ്ഞിട്ടില്ലെങ്കിൽ ഇവിടെ അറിയും, പിന്നെ പറയേണ്ട ആവശ്യമില്ല. വല്ലിഹിറാസി അനിൽ അബസി, വെറുതെയാവലിനെ തൊട്ട് സൂക്ഷിച്ചതിന് വേണ്ടിയും. വെറുതെയാവൽ എന്ന് പറഞ്ഞത് പിന്നെ അന്നല ലാഹിരി, ലാഹിറിന്റെ മേലെടുത്തിട്ട് പറഞ്ഞതാണ്, കരീനത്തോണ്ട് മതിയാക്കിയിട്ട്. കാരണം മുസ്നദ് കലാമിന്റെ റുക്കിനാവുമ്പോൾ പറയല് അബസല്ല. പക്ഷെ ഇവിടെ പറയല് ലാഹിർ നോക്കുമ്പോൾ ലബസാണ്. കാരണം പറഞ്ഞില്ലെങ്കിലും ഇവിടെ മുസ്നദിനെ കളയാം, പറഞ്ഞിട്ടില്ലെങ്കിലും ഇവിടെ മുസ്നദിനെ അറിയും. അപ്പൊ പിന്നെ ഒരു അബസ് പോലെയാണത് എന്ന് വെക്കണം. കാരണം അൽഫയിൽ പറഞ്ഞിട്ടുണ്ടല്ലോ, എന്ത് വഹദഫു മാ യുഅലമു ജായിസുൻ കമാ തഖൂലു സൈദുൻ ബഅദ മൻ ഇൻദകുമാ വഫി ജവാബി കൈഫ സൈദുൻ ഖുൽ ദനിഫ് ഫസൈദുൻ ഇസ്തുഗ്നിയ അൻഹു ഇദ് ഉരിഫ് വബഅദ ലൗലാ ഗാലിബൻ ഹദഫുൽ ഖബർ ഹത്മും വഫീ നസ്സി യമീനിൻ മുസ്തഖർ എന്നൊക്കെ അൽഫയിലേനിയും ഒരുപാട് പറഞ്ഞിട്ടുണ്ട്. ഖബറിനെ കളയൽ നിർബന്ധമായത് അതും മുസ്നദ് തന്നെയാണ്. പിന്നെ ഖബറിനെ അതെ ജായിസ്, മുസ്നദിനെ കളയൽ ജായിസായ സ്ഥലമുണ്ട്, നിർബന്ധമായ സ്ഥലമുണ്ട് എന്നൊക്കെ അൽഫയിൽ പറഞ്ഞിട്ടുണ്ട്. ഇവിടെ അതല്ല ചർച്ച. ഇവിടെ മുസ്നദിനെ കളയൽ അത് വാജിബാവട്ടെ ജായിസാവട്ടെ കളയുന്ന വർത്താനാണത്. അപ്പോൾ ലാഹിറിന്റെ മേലെടുത്തിട്ടാണ് അബസിനെ തൊട്ട് സൂക്ഷിച്ചതിന് വേണ്ടി മഹദൂഫാണെന്ന് പറഞ്ഞത്. എന്തോടുകൂടെ? മാ ലീക്കിൽ മക്കാമി, മക്കാമ് കുടുസാവലോടുകൂടെ. എന്താ മക്കാമ് കുടുസ്? ബി സബബി തവജ്ജുഇ, തവജ്ജുഇന്റെ കാരണം കൊണ്ട്. ഇവിടെ സങ്കടപ്പെടലാണല്ലോ, അപ്പോ അധികം നേരം പറയാൻ സമയം ഉണ്ടാവൂല, കൂടുതൽ പറയാൻ ടൈമില്ല കേട്ടോ. ഓ മുഹാഫലത്തിൽ വസിനി, വസിനെ സൂക്ഷിച്ചതിന് വേണ്ടിയും. വസിനെ സൂക്ഷിക്കുന്ന കാരണം കൊണ്ടും. കാരണം ഖബറിനെ കളഞ്ഞാൽ ഇവിടെ കമ്പി രീതി ഒക്കൂല. ഇനി എന്താ പറയുന്നത്? എന്തിനാ ഇവിടെ ഖബറിനെ കളഞ്ഞു എന്ന് പറയുന്നത്? ല ഗരീബു, രണ്ടിൻ്റെയും ഖബറായിക്കൂടെ എന്നാണ് ചോദ്യം. അത് പറയുന്നു വലാ യജൂസു അൻ യകൂന കയ്യാറുൻ, കയ്യാറ് ആവൽ ജായിസാകൂല. അത്ഫൻ അലാ മഹല്ലി ഇസ്മി ഇന്ന, ഇന്നയുടെ
ഇസ്മാകുന്ന മുത്തക്കല്ലിമിന്റെ യാ ആണ് ഇവിടെ. ഇന്നയുടെ ഇസ്മിന്റെ മഹല്ലിന്റെ മേൽ അത്ഫാവാൻ പറ്റൂല. ഇന്നന്റെ ഇസ്മിന്റെ മഹല്ല് ഏതാണ്? ഈ മുത്തക്കല്ലിമിന്റെ യാന്റെ മഹല്ല് അന. അത് ഇന്നാണ് ഒഴിവാക്കുകയാണെങ്കിൽ അന എന്നാണല്ലോ പറയാ മുൻഫസിലായിട്ട്. അത് അസിലിൽ മുബ്തദയാണ്. അപ്പൊ അസിലിലേക്ക് നോക്കുമ്പോൾ മഹല്ല് എന്താണ്? റഫ് ആണ്. ആ മഹല്ലിന്റെ മേൽ അത്ഫായിട്ട് ഇവിടെ കയ്യാർ എന്നുള്ളത് ഇസ്മിന്റെ ഇന്നന്റെ ഇസ്മിന്റെ മഹല്ലിന്റെ മേൽ അത്ഫാവൽ ജായിസാവൂല. കയ്യാറ് മഹല്ലിന്റെ മേൽ അത്ഫാവുമ്പോൾ റഫ കിട്ടും. മഹല്ല് റഫ് ആണ്. എന്നിട്ട് ഖരീബുൻ എന്നുള്ളത് ഖബറൻ അൻഹുമ, രണ്ടിനെ തൊട്ടും ഖബറാകാൻ പറ്റൂല. അത് ഖരീബ് മുഫ്രദായത് കൊണ്ടല്ല. കാരണം ഫഈൽ എന്ന വസ്ന് മുഫറദിനെ തൊട്ടും ഖബറായി വരും, മുസന്നയെ തൊട്ടും ഖബറായി വരും, ജമ്മിനെ തൊട്ടും ഖബറായിട്ട് വരും. കാരണം അൽ മലായിക്കത്തു ബഅദ ദാലിക ലഹീർ എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടല്ലോ. അപ്പോൾ അൽ മലായിക്കത്തു എന്ന ജമ്മ്, ആ ജമ്മിനെ തൊട്ട് ജമ്മു മുബ്തദ ജമ്മായിട്ടും ലഹീർ എന്നാണ് പറഞ്ഞിട്ടുള്ളത്. ഖരീബ് മുഫ്രദായത് കൊണ്ടല്ല രണ്ടിനെ തൊട്ടും ഖബറാകൂല എന്ന് പറഞ്ഞത്. പക്ഷെ എന്താണ് കാരണം പറയുന്നത്? അപ്പോൾ എന്താ പറഞ്ഞത്? വലാ യജൂസു അൻ യകൂന കയ്യാറുൻ, ഇവിടെ കയ്യാർ ആവൽ ജായിസാവൂല അത്ഫൻ അലാ മഹല്ലി ഇസ്മി ഇന്ന, ഇന്നന്റെ ഇസ്മിന്റെ മഹല്ലിന്റെ മേൽ അത്ഫാവൽ ജായിസാവൂല. കാരണം ഇന്നന്റെ ഇസ്മിന്റെ മഹല്ല് റഫ് ആണ്. എന്നിട്ട് ഖരീബുൻ എന്നത് ഖബറൻ അന്നുമ, രണ്ടിനെ തൊട്ടും ഖബറാകുക. അപ്പൊ പിന്നെ ഇവിടെ മുസ്നദിനെ കളയ എന്ന വിഷയം വരുന്നില്ലല്ലോ. അതെന്താണത് കാരണം? ലിംതിനാഇൽ അത്ഫി, അത്ഫ് മുംതനിയായതിനു വേണ്ടി അലാ മഹല്ലി ഇസ്മി ഇന്ന, ഇന്നന്റെ ഇസ്മിന്റെ മഹല്ലിന്റെ മേൽ അത്ഫ് എന്താണ്? പാടില്ല. എപ്പോ? ഖബ്ല മുളിയിൽ ഖബരി, ഖബർ പറയുന്നതിന് മുമ്പ് പാടില്ല. അപ്പൊ ഖബർ പറഞ്ഞാൽ പറ്റും. ലഫ്ദിൽ ഖബർ പറയണം, ഔ തക്ദീറൻ, അല്ലെങ്കിൽ തക്ദീറിൽ പറയണം. അപ്പൊ ഖബർ ലഫ്ദിലോ തക്ദീറിലോ പറഞ്ഞു കഴിഞ്ഞാലേ ഉള്ളൂ ഇന്നന്റെ ഇസ്മിന്റെ മഹല്ലിന് മേൽ അത്ഫ് ചെയ്തിട്ട് റഫ് ചെയ്യാൻ പറ്റുകയുള്ളൂ. അല്ലെങ്കിൽ പാടില്ല എന്നാണ് പറയുന്നത്. അത് കാരണം പറയുന്നത്, ഉദാഹരണത്തിന് ഒരു ഉദാഹരണം എഴുതിയെടുക്കണം. ഇന്ന സൈദൻ വ അമ്രുൻ ഖായിമുൻ എന്ന് പറയുകയാണെങ്കിൽ, അതായത് ഖബർ പൂർത്തിയാവുന്നതിന് മുമ്പ് ഇന്ന സൈദൻ വ അമ്രുൻ ഖായിമുൻ, ഈ വ അമ്രുൻ എന്നതിന് ഇന്നയുടെ ഇസ്മായ സയ്യിദ്, ആ സയ്യിദിന്റെ മഹല്ല് അസ്ലിൽ നോക്കുമ്പോൾ ഇന്ന കടക്കുന്നതിന് മുമ്പ് സയ്യിദ് മുബ്തദയാണ്, മഹല്ല് റഫാണ്. ആ മഹല്ല് നോക്കിയിട്ട് അമ്രുൻ എന്നതിലേക്ക് റഫ ചെയ്താൽ ഖായിമുൻ എന്നത് ഖബറുമാവുകയാണെങ്കിൽ ഈ ഖായിമ് രണ്ടിൻ്റെയും ഖബറായല്ലോ. അപ്പോ രണ്ടിൻ്റെയും ഖബറാവുമ്പോൾ എന്തു വന്നു? എന്താണ് അവിടെ സംഭവിച്ചത്? രണ്ടിൻ്റെയും ഖബറാകുമ്പോൾ ഇവിടെ സംഭവിക്കുന്നത് എന്താണ്? രണ്ട് ആമില്, അതായത് മുബ്തദാന്റെ ഖബറുമാണ് ഖായിമ്, പിന്നെ ഇന്നന്റെ ഖബറുമാണ്. രണ്ട് ആമില് ഒരു മഅമൂലിലേക്ക് എന്താണ് തവജ്ജുഹ് ചെയ്യുന്നുണ്ട്. ആ ഒരു മഅമൂൽ ഏതാ? ഖബറാണ്. അപ്പോ ഖബർ എന്ന ഈ ഖായിമിന് നമ്മൾ പറഞ്ഞ ഉദാഹരണത്തിൽ, അല്ലെങ്കിൽ ഇവിടെ
ല ഗരീബുൻ എന്ന് പറഞ്ഞതാണ് ബൈത്തില്. ല ഗരീബുൻ. അപ്പോൾ ഇവിടെ പറയുകയാണെങ്കിൽ എങ്ങനെ, ഈ കയ്യാറുൻ എന്നുള്ളത് ഇന്നന്റെ ഇസ്മിന്റെ മഹല്ലിന് മേൽ റഫ് ആയിട്ട് ല ഗരീബുൻ എന്നത് രണ്ടിന്റെയും ഖബറാകുമ്പോൾ ഗരീബിനിക്ക് റഫ് ചെയ്തത് കയ്യാറുമാകും ഇന്നയുമാകും. ഇപ്പൊ രണ്ട് ആമില് തിരിഞ്ഞു നിൽക്കും ഒരു മഅമൂലിലേക്ക്, അത് പാടില്ല. അത് പറ്റൂല. അതാ പറഞ്ഞത്. ദസൂക്കി പറയുന്നുണ്ട് ലിംതിനാഇൽ ലത്തിഫി ഐ ലിമാ യൽസമു അലൈഹി, അതിന്റെ മേൽ ലാസിമായി വരും എന്ത്, മിൻ തവജ്ജുഹിൽ ആമിലൈനി അൽ മുബ്തദഇ വ ഇന്ന ഇലാ മഅമൂലിൻ വാഹിദിൻ വഹുവൽ ഖബറു. ഒരു മഅമൂലിലേക്ക് തവജ്ജുഹ് ചെയ്യുന്നുണ്ട്, അപ്പോൾ അത് പറ്റൂല. അതുകൊണ്ടാണ് പറഞ്ഞത്. ഖബല മുദിയിൽ ഖബരി ലഫ്ളന്നൗ തക്ദീർ എന്ന് പറഞ്ഞു. അപ്പൊ ഖബർ പറഞ്ഞാൽ പറ്റുമെന്നായി. ഖബറിനെ പറഞ്ഞു കഴിഞ്ഞാൽ, ഉദാഹരണത്തിന് എങ്ങനെ, ഇന്ന സയ്യിദൻ ഖായിമുൻ വ അംറുൻ എന്ന് പറഞ്ഞാൽ പറ്റും. അവിടെ പിന്നെ ഈ പ്രശ്നം ഉദിക്കുന്നില്ല. കാരണം ഇന്നന്റെ ഖബർ ഖായിമാണ്, വ അംറുൻ എന്നുള്ളത് ഇന്നന്റെ സയ്യിദിന്റെ മഹല്ലിന്റെ മേൽ അത്ഫ് ചെയ്യുമ്പോൾ അതിന്റെ മുമ്പുള്ള ഖായിം ആരാവൂല, അമ്രിന്റെ ഖബറാവൂലല്ലോ. അമ്രിന് വേറെ ഖബറിനെ സങ്കല്പിച്ചു കൊടുക്കണം. അപ്പൊ ആ പ്രശ്നം രണ്ട് ആമിൽ ഒരു മഅമൂലിലേക്ക് തവജ്ജുഹ് ചെയ്യുന്ന പ്രശ്നം ഖബറിനെ പറഞ്ഞു കഴിഞ്ഞാൽ വരുന്നില്ല കേട്ടോ. അതാണ് അൽഫയിൽ പറഞ്ഞിട്ടുള്ളത്. എന്ത്, വജായിസുൻ റഫഉക മഅതൂഫൻ അലാ മൻസൂബിന്ന ബഅദ അൻ തസ്തക്മിലാ. ഖബർ പൂർത്തിയായി കഴിഞ്ഞാൽ ഇന്നന്റെ ഇസ്മിന്റെ മേൽ അത്ഫ് ചെയ്യപ്പെട്ട മഅതൂഫിനിക്ക് റഫഉ ജായിസാണ്, നസ്ബാണ്. അർജഹ് നസ്ബ് തന്നെ റഫഉ ജായിസാണ്. അവിടെ റഫഉ ചെയ്യുമ്പോൾ തവജ്ജുഹുൽ ആമിലൈനി ഇലാ മഅമൂലിൻ വാഹിദിൻ എന്ന പ്രശ്നം ഉദിക്കുന്നില്ല. കാര്യം വ്യക്തമായല്ലോ. ഇനി അവർ സംശയങ്ങൾ ഉണ്ടെങ്കിൽ ചോദിക്കാം. ഈ സ്ഥലത്ത് അൽഫിയയിലെ വജായിസുൻ റഫഉക മഅതൂഫൻ അലാ മൻസൂബി ഇന്ന ബഅദ അൻ തസ്തക്മില എന്ന ബൈത്തും അതിന്റെ ശറഹും ഒന്ന് പൂർത്തിയായി മുത്താലഅ ചെയ്യൽ വളരെ നല്ലതാണ് ഈ സ്ഥലത്ത് എന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. അത് ക്ലാസ് കേൾക്കുന്നവരുണ്ടെങ്കിലല്ലേ ഓർമ്മപ്പെടുത്തേണ്ടതുള്ളൂ. അതവിടെ നിന്നും കിട്ടെ. വഅമ്മാ ഇദാ ഖദ്ദർനാ ലഹു ഖബറൻ, ഈ കയ്യാറിനക്ക് നമ്മൾ ഒരു ഖബറിനെ സങ്കല്പിച്ചു കൊടുക്കുകയാണെങ്കിൽ കേട്ടോ, കയ്യാറിനൊരു ഖബറിനാണ് സങ്കല്പിച്ചു കൊടുക്കുക. എന്നാലോ ഖബറൻ മഹദൂഫൻ ഫയജൂസു അൻ യകൂന ഹുവ, അപ്പോൾ കയ്യാറാവാം അത്ഫൻ അലാ മഹല്ലി ഇസ്മി ഇന്ന, ഇന്നയുടെ ഇസ്മിന്റെ മഹല്ലിന്റെ മേൽ അത്ഫ് ചെയ്യപ്പെട്ടതാവൽ ജായിസാണ്. ഫയജൂസു, അപ്പോൾ ജായിസാണ്. യകൂന ഹുവ, ഈ കയ്യാറാവൽ ജായിസാണ്. അത്ഫൻ, അത്ഫാക്കപ്പെട്ടതാവൽ ജായിസാണ്. അലാ മഹല്ലി ഇസ്മി ഇന്ന, ഇന്നന്റെ ഇസ്മിന്റെ മഹല്ലിന്റെ മേൽ അത്ഫ് ചെയ്യപ്പെട്ടതാവാം. കാരണം ലഅന്നൽ ഖബറ, അപ്പൊ അവിടെ ഒരു ഖബറിനെ കയ്യാറിനൊക്കെ അങ്ങനെ സങ്കല്പിച്ചു കൊടുക്കുമ്പോൾ ഇവിടെ ബൈത്തിലുള്ള ഖബർ ആരാവും? ലഅന്നൽ ഖബറ മുഖദ്ദമുൻ തഖ്ദീറൻ, തഖ്ദീറിൽ മുന്തിക്കപ്പെട്ടതാകും. ലഗരീബ് എന്നുള്ളത് തഖ്ദീറിൽ മുന്തിക്കപ്പെട്ടതാകും എന്ന. അപ്പൊ എന്തായി? ഒമയ്യൽ മദീനത്തി റഹുലു ഫഇന്നി, ഞാനാകുന്നത് ലഗരീബുൻ വിദേശിയാണ്, വ കയ്യാറും വിദേശിയാണ് എന്നായി. എന്നാ പിന്നെ അവിടെ ചോദ്യം, ഇല്ല ഖബറില്ല ഗരീബിൻ്റെതായിക്കൂടെ? ഇന്നന്റെ ഖബറിനെ സങ്കല്പിച്ചാൽ പോരെ? അത് പറ്റൂല. കാരണം
അപ്പോ ല ഖരീബുൻ എന്നുള്ളത് ഇബ്തിദാഇന്റെ ലാമുള്ളത് കൊണ്ട് അവിടെ ദസൂക്കിൽ ഒരു ചോദ്യമുണ്ട്. ഇൻകുൽത്ത ലിമലം യജ്അലിൽ ഖരീബ ഖബറൻ, അല്ലെങ്കിൽ ലിമലം യുജ്അലിൽ ഖരീബു ഖബറൻ അൻ ഖയ്യാരിൻ വയകൂനുൽ മഹ്ദൂഫു ഖബറ ഇന്ന ഖുൽതു മുനിഅ മിൻ ദാലിക മനഅ മിൻ ദാലിക മാനിഉൻ വഹുവ ദുഖൂലു ലാമിൽ ഇബ്തിദാഇ അലാ ഖൗലി ല ഖരീബ്. ല ഖരീബ് എന്നതിൽ ഇബ്തിദാഇന്റെ ലാമ് കിടക്കുക, അത് ഇന്നന്റെ ഖബറിലെ ലാമ് കിടക്കുള്ളൂ. വെറും മൂത്താന്റെ ഖബറിൽ എന്താവൂല, ഇബ്തിദാഇന്റെ ലാമ് കിടക്കൂല. അപ്പൊ ഇവിടെ ല ഖരീബ് എന്നുള്ളത് ലാമുള്ള കാരണമായി ഈ ഖരീബിനെ ആരുടെ ഖബർ തന്നെ ആക്കണം? ഇന്നന്റെ ഖബറാക്കണം. ഇന്നന്റെ ഖബറിലെ ലാമ് കൊടുക്കുള്ളൂ, അത് വ്യക്തമായി. അപ്പോൾ പിന്നെ ഖബറിനെ സങ്കല്പിക്കപ്പെടേണ്ടത് ഏതിന് തന്നെ? കയ്യാറിന് തന്നെ. വ്യക്തമായി. പിന്നെ ഫലായക്കൂന, അപ്പോൾ ഈ കൗലാവൂല, ഇപ്പോൾ പറഞ്ഞ ആശയം കേട്ടോ. ഇത് ഖബറിനെ സങ്കല്പിച്ചിട്ട് അപ്പോൾ ഖബർ ഇതിനെ കയ്യാറെന്നുള്ളത് ഇന്നന്റെ ഇസ്മിന്റെ മഹല്ലിന്റെ മേൽ അത്ഫാവാം. ഖബറു മുഖദ്ദമുൻ തക്ദീറൻ എന്ന് പറഞ്ഞല്ലോ. അപ്പോ ഫഇന്നി ലഗരീബുൻ ഫഇന്നി ബിഹാ ലഗരീബുൻ വഖയ്യാറുൻ ഗരീബുൻ എന്നായി. അപ്പോൾ പിന്നെ ഫലായിക്കൂനു കലാമാകൂല മിസ്ല ഇന്ന സയ്യിദൻ വ അംറൻ ദാഹിബാനി പോലെ ആകൂലാണ്. അത് മംനു ആണ്. അതെന്താ മംനു ആ കാരണം? ഇന്ന സയ്യിദൻ വ അംറുൻ ദാഹിബാനി, അതെന്താ? അത് ഈ ഇന്ന സയ്യിദൻ വ അംറുൻ ദാഹിബാനി പോലെ ആകൂല. അതുപോലെ ആയാൽ ബുദ്ധിമുട്ടാണ്, അത് മംനു ആണ്. അതെന്താ? ഖബർ വരുന്നതിന് മുമ്പ് ഇന്നന്റെ ഇസ്മിന്റെ മഹല്ലിന്മേൽ അത്ഫ് ചെയ്തു, അത് പാടില്ല. അത് നേരത്തെ പറഞ്ഞല്ലോ. എന്താ? തവജ്ജുഹുൽ ആമിലൈനി ഇലാ മഅമൂലിൻ വാഹിദിൻ വരും. ബൽ എങ്കിലും അത് എങ്ങനെയാവുക? ബൽ യകൂനു മിസ്ല ഇന്ന സയ്യിദൻ വ അംറുൻ ലദാഹിബുൻ പോലെ ആവുള്ളൂ. അവിടെ എന്താ പ്രശ്നം? അവിടെ പ്രശ്നമില്ല. കാരണം എന്താണ്? ഇന്ന സയ്യിദൻ വ അംറുൻ ലദാഹിബുൻ, അവിടെ അമ്രിനക്ക് ഒരു ദാഹിബിനെ സങ്കല്പിച്ചു കൊടുക്കണം. ഉള്ള ലദാഹിബ് ഇന്നന്റെ ഖബറാണ് ലാമുള്ളത് കൊണ്ട്. അപ്പൊ ലദാഹിബുൻ എന്താണ്? മഅ്തൂഫിനേക്കാൾ മുന്തിയിട്ടുണ്ട്. അത് ജായിസാണെന്ന് അൽഫയിലും പറഞ്ഞിട്ടുണ്ടല്ലോ നേരത്തെ. വജായിസുൻ റഫഉക മഅ്തൂഫൻ അലാ മൻസൂബി ഇന്ന ബഅദ അൻ തസ്തക്മില. ഖബറിനെ പറഞ്ഞു കഴിഞ്ഞാൽ അത് തക്ദീറിൽ പറഞ്ഞാലും മതി. കാരണം ലദാഹിബിൻ എന്നുള്ളത് ഇന്നന്റെ ഖബറേ ആവുള്ളൂ. അപ്പോൾ അത് അമ്രിനേക്കാൾ തക്ദീറിൽ മുന്തിയതാണ്. വജായിസുൻ. സംശയമുണ്ടെങ്കിൽ അവിടെയും ചോദിക്കാം. ആർക്ക് സംശയം? ഇനി വയജൂസായി കയ്യാറാവാം, മുബത്തദയാവാം. അത്തഫല്ല, അത് മുബത്തദയായിട്ട് അടുവെക്കുക. കയ്യാറാകുന്നത് വൽ മഹദൂഫു ഖബറുഹു, കളയപ്പെട്ടത് മൂത്താന്റെ ഖബറാവാം. അത് ആദ്യം പറഞ്ഞു തന്നെയാണത്. പക്ഷെ ഇവിടെയുള്ള വിഷയം എന്താണ്? വൽ ജുംലത്തു ബി അസ്ലിഹ വ കയ്യാറുൻ വരീബുൻ എന്നുള്ള ജുംല ബി അസ്ലി, അത് മുഴുവനും അത്തുഫുൻ അലാ ജുംലത്തി, ഒരു ജുംലന്റെ മേൽ അത്തുഫാവുക. അലാ ജുംലത്തി ഇന്ന, അങ്ങനെയാണ്. അത്തുഫുൻ അലാ ജുംലത്തി വൽ ജുംലത്തു ബി അസ്ലിഹ, ജുംല അത് മുഴുവനും അത്തുഫുൻ അലാ ജുംലത്തി ഇന്ന മഅസ്മിഹ വ ഖബരിഹ. ഇന്ന എന്ന ജുംലന്റെ മേൽ, ഇന്ന എന്ന് മാത്രം ജുംലല്ല, അതിന്റെ ഇസ്മോടുകൂടെ ഖബറോടുകൂടെ ഇന്ന, അതെ ഇന്ന അതിന്റെ ഇസ്മോടുകൂടെ ഖബറോടുകൂടെയുള്ള എന്ന ജുംലന്റെ മേൽ അത്ഫാക്കപ്പെട്ടതാവാം. അപ്പൊ ജുംലന്റെ മേൽ അത്ഫ് ചെയ്യപ്പെട്ടതായി. മറ്റത് മുഫറദുകളെ മേൽ അത്ഫ് ചെയ്യപ്പെട്ടതാകും. ഏത്?
അത്തുഫ് എങ്ങോട്ടായി? സെയ്തുമ്മക്കായാൽ കയ്യാറിന് സെയ്ദിന്റെ മേൽ അത്തുഫും ഒരീബിനല ഒരീബിന്റെ മേലിലും അത്തുഫാവും. മുഫ്രദാത്തിന്റെ മേൽ അത്തുഫ്. ഇന്ന അടക്കമുള്ള ജുംലന്റെ മേൽ അത്തുഫ് ചെയ്യുമ്പോഴോ ജുംലന്റെ മേൽ അത്തുഫ് ചെയ്യലും ആകും. ഇവിടെയും പല സംശയങ്ങൾ വരാൻ സാധ്യതയുണ്ട് ഇൻഷാ അല്ലാഹ്. പിന്നെ ഇനി മറ്റൊന്ന് ഒക്കെ കൗലി ഷാഇറിന്റെ കൗല് പോലെ നഹ്നു ബിമാ ഇൻദനാ വ അൻത ബിമാ ഇൻദക റാലിൻ എന്ന് പറയും. ബെയ്ത്തൊക്കെ നിങ്ങൾ അങ്ങോട്ട് ചെല്ലിയാൽ മതി എന്നെ രീതി ഒപ്പിച്ചിട്ട്. ഇപ്പോഴത്തെ കുട്ടി ചില ഉസ്താദുമാർക്ക് പല രീതികളും അറിയാലോ. നെഹ്നു നമ്മൾ ബിമാ ഇന്ധന നമ്മുടെ അടുക്കൽ ഉള്ളത് കൊണ്ട് തൃപ്തിപ്പെടുന്നവരാണ്. അവർ റാലൂന എന്ന് സങ്കല്പിച്ചു കൊടുക്കണം. അന്ത ബിമാ ഇൻദക റാലി. അപ്പൊ ബെയ്ത്ത് കുറെ ഉണ്ടല്ലോ ഇത്. നഹ്നു ബിമാ ഇന്ധന വ അന്ത ബിമാ ഇൻദക റാലിൻ വറഅയു മുഖ്തലിഫൂൻ. ബെയ്ത്ത് ചെല്ലുന്നത് എങ്ങനെയാണെന്ന് നമ്മൾ വേറെ ചിന്തിക്കണം. ഏതാനും ഉള്ളത് ഞാൻ വായിച്ചിട്ടുണ്ട്. നെഹ്നു നമ്മൾ ബിമാ ഇന്ധന. ബെയ്ത്ത് ഇവിടെ അവസാനിക്കുന്നത് വറഅയു മുഖ്തലിഫൂൻ. അവിടെയാണ് ബെയ്ത്ത് അവസാനിക്കുക. ഞാൻ റാലിന്റെ അവിടെ നിർത്തി ആദ്യം. അത് ശരിയല്ല. നഹ്നു ബിമാ ഇന്ധന വ അന്ത ബിമാ ഇൻദക റാലിൻ വറഅയു മുഖ്തലിഫുൻ. നെഹ്നു നമ്മൾ ബിമാ ഇന്ധന നമ്മുടെ അടുക്കൽ ഉള്ളത് കൊണ്ട് തൃപ്തിപ്പെടുന്നവരാണ്. റാലൂന എന്നവിടെ സങ്കല്പിച്ചു കൊടുക്കാം. വാന്ത നീയാകുന്നത് ബിമാ ഇൻദക റാലിൻ നിന്റെ അടുക്കൽ ഉള്ളത് കൊണ്ട് തൃപ്തിപ്പെടുന്നതാണ്. ലക്കും ദീനുക്കും വലിയ ദീൻ. വറഅയു ഓരോരുത്തരുടെയും അഭിപ്രായം മുഖ്തലിഫുൻ വ്യത്യാസമായതാണ്. അതുകൊണ്ട് നിങ്ങളുടെ റഅയിനോട് യോജിച്ച് നിങ്ങൾ നീങ്ങിക്കോ, എന്റെ റഅയിനോട് യോജിച്ച് ഞാനും നീങ്ങിക്കോളാം. ഫഖൗലുഹു നഹ്നു എന്നുള്ളത് മൂത്തതയാണ്. മഹദൂഫുൽ ഖബരി ഖബറിനെ കളയപ്പെട്ടു. ലിമാ ദക്കർന നമ്മൾ പറഞ്ഞു ഒന്നിന് വേണ്ടി. അത് മുമ്പ് പറഞ്ഞില്ലേ. കയ്യാറിന്റെ അവിടെ കളഞ്ഞതിനെന്താണ്? എന്നൊക്കെ പറഞ്ഞില്ല. അത് എല്ലാം ഇവിടെ ഉണ്ടാകണമെന്നില്ല. കുറച്ചുണ്ടാവും, ഒന്നോ രണ്ടോ കാരണം, ഒരു കാരണം തന്നെ ഉണ്ടായാൽ മതി, കളയാം. ഐ നെഹ്നു ബിമാ ഇന്ധന റാലൂന എന്ന ഫൽ മഹ്ദൂഫു ഇവിടെ കളയപ്പെട്ടത് ഹാവുന, ഇവിടെ കളയപ്പെട്ടത് ഖബറുൽ അവലി ഒന്നാമത്തേന് ഖബറാണ്. ബി കരീനത്തി സാനി രണ്ടാമത്തേന് കരീനത്ത് കൊണ്ടാണ് കളഞ്ഞത്. അത് ഒന്നാമത്തേന്റെ കളയാൻ കാരണം റാവിനെന്ന് മുഫ്രദ അവിടെ പറഞ്ഞത്. അത് അന്തന്റെ ഖബറാകാനേ പറ്റുള്ളൂ. നെഹ്നൂന്റെ ഖബറാകാൻ റാവിൻ പറ്റൂല. കാരണം മുബ്തദ ജമ്മും ഖബർ മുഫ്രദും ആകും. അപ്പോൾ ഇവിടെ കളഞ്ഞത് ഏത് തന്നെ? നെഹ്നൂന്റെ ഖബർ തന്നെ. വഫിൽ ബൈത്തി സാബിക്ക് സാബിക്കായ ബൈത്തിൽ മഹ്ദൂഫ് ബിൽ അക്സി അക്സ് കൊണ്ടാണ്. സാബിക്കായ ബൈത്തിൽ രണ്ടാമത്തേന്റെ കയ്യാറ് രണ്ടാമത്തേന്റെയാണ് കളഞ്ഞത്. മഅ്തൂഫിന്റെ ഖബറാണ് കളഞ്ഞത്. ഇവിടെ മഅ്തൂഫ് അലൈഹിന്റെ ഖബറാണ് കളഞ്ഞത് കേട്ടോ. അവിടെ മഅ്തൂഫിന്റെ ഖബറിനെ കളയാൻ കാരണമല്ല ഖരീബ് എന്നുള്ളത് മഅ്തൂഫിന്റെ ഖബറാകാൻ പറ്റത്തില്ല, ലാമുള്ളത് കൊണ്ട്. ഇവിടെ രണ്ടാമത്തേന്റെ ഖബറാകാനും ഇവിടെ ഒന്നാമത്തേന്റെ ഖബറാകാനും പറ്റൂല, റാവിൻ എന്ന് പറഞ്ഞതുകൊണ്ട്. അപ്പോൾ ബെയ്ത്തില് ഒന്നാമത്തേന്റെ ഖബറാവണം, ലാമുള്ളത് കൊണ്ട്. ഇവിടെ രണ്ടാമത്തേന്റെ ഖബറാവണം, ഒന്നാമത്തെ ജമ്മായതുകൊണ്ട്. പിന്നെ ഇപ്പൊ കൗലിക്കാൻ നിന്റെ കൗല് പോലെ ചെയ്താകുന്നത് മുന്തലിക്കും പോകുന്നവനാണ്. അമ്രുൻ ഐ അമ്രും മുന്തലിക്കുന്ന ഫഹുദിഫലിൽ ഇഹ്തിറാസി അനിൽ അബസി. അബസിനെ തൊട്ട് സൂക്ഷിച്ചതിന് വേണ്ടി കളഞ്ഞൂടാ. അബസ് അത് നേരത്തെ പറഞ്ഞ പോലെ വെക്കണം. ബിനാ അനൽ ലാഹിരി ബിനു ഗൈരി നീക്കിൽ മക്കാമിയുടെ മക്കാമ് കൊടുത്തൊന്നുമായിട്ടില്ല കേട്ടോ. അപ്പോൾ കൗലിക്കാൻ എൻ്റെ വാക്കുപോലെ ഖറജുത്തു ഞാൻ പുറപ്പെട്ടു. ഫൈദാ സെയ്ദുൻ അന്നേരത്ത് സെയ്ദ് അവിടെ ഉണ്ട് എന്നാ. ഫൈദാ സെയ്ദ് എന്ന് പറഞ്ഞാൽ തന്നെ കിട്ടും സെയ്ദ് അവിടെ ഉണ്ട്. ഐ മൗജൂദുൻ ഔ ഹാദിറുൻ ഔ വാക്കിഫുൻ അവിടെ ഉണ്ട്, അല്ലെങ്കിൽ അവിടെ ഹാദിറാണ്,
ഹാദിറാണെന്ന് കിട്ടാൻ കാരണം മുത്തലക്ക് മൗജൂദ് ഇവിടെ ഉണ്ടാകും മുഫാജത്തിന്റെ ഇത് ആവുമ്പോൾ. പിന്നെ കരീനത്ത് കൊണ്ട് ഒരു ഖുസൂസിയത്തായ ഒരു ഖാസ് നൗഇനെ സങ്കല്പിക്കാനും പറ്റും. ഞാൻ പുറപ്പെട്ടു എന്നാണല്ലോ, അപ്പൊ സയ്യിദ് അവിടെ ഹാദിറുണ്ട്, അല്ലെങ്കിൽ വാതിൽക്കൽ നിൽക്കുന്നുണ്ട്, വാക്കിഫുൻ അവിടെ നിൽക്കുന്നുണ്ട്, ഔ ബിൽ ബാബി അല്ലെങ്കിൽ വാതിൽക്കൽ ഉണ്ട്, ഔ മാശ്വഹദാരിക്ക ഫഹുദിഫ ഖബറിനെ കളഞ്ഞു ലിമാ മറ കഴിഞ്ഞു പോയ വിഷയത്തിൽ കാര്യങ്ങൾക്ക് വേണ്ടി മഅത്തിബാൽ ഇസ്തിമാലി ഇസ്തിമാലിനോട് പിൻപറ്റലോടുകൂടെ കാനല്ലി അന്ന ഇതൽ മുഫാജഅത്തിന്റെ ഇതാ തദുല്ലു അലാ മുത്തലക്കിൽ വുജൂദി മുത്തലക്ക് വുജൂദിന്റെ മേൽ അറിയിക്കും. അപ്പൊ അവിടെ സെയ്ദ് ഉണ്ട് എന്ന് അവിടെ നിന്നാണ് കിട്ടും. ഫൈദാ സെയ്ദ് എന്ന് പറഞ്ഞാൽ മൗജൂദിൻ്റെന്ന് ഒരു കരീനത്തില്ലെങ്കിൽ അവിടെ മനസ്സിലാകും. വക്കത് എല്ലമ്മു ഇലൈഹ ഖറായിനു ചിലപ്പോൾ അതിലേക്ക് കരീനത്തുകൾ കൂടിച്ചേരും. തദുല്ലു ആ കരീനത്തറിയിക്കും അലാ നൗഇ ഖുസൂസിയത്തിന് പ്രത്യേക നൗ ആയ ഖബറിന്റെ മേൽ അറിയിക്കും. കലഫുൽ ഖുറൂജി ഖുറൂജ് എന്ന ലഫ്ള് പോലെ നമ്മൾ പറഞ്ഞ ഉദാഹരണത്തിൽ അൽ മുശിഇരി അത് അറിയിക്കും. ബി അന്നൽ മുറാദ് ഫൈദാ സയ്യിദും ബിൽ ബാബിയാണ് ഔ ഹാദിറാണ് ഔ നഹ്വിദാലിക്കയാണ് അറിയിക്കും. പിന്നെയോ വഖൗലി ശൈഖുൻ ഇന്ന മഹല്ലൻ വ ഇന്ന മുർതഹലൻ വ ഇന്ന ഫിസ് സഫരി ഇത് മലൗ മഹലാദ. ഇന്ന മഹല്ലൻ നമുക്കൊരു വരവുണ്ട്, ഒരു ഇറക്കമുണ്ട് ഭൂമിയിലേക്ക്. നമ്മളൊക്കെ ഭൂമിയിൽ ഇപ്പൊ ഇറങ്ങി നിൽക്കുകയാണ്. വ ഇന്ന മുർതഹലൻ നമുക്കെന്തുണ്ട്, ഈ ഭൂമിയിൽ നിന്നൊരു യാത്രയും ഉണ്ട്. അതൊക്കെ നമുക്ക് വരാനിരിക്കുന്നേ ഉള്ളൂ. വ ഇന്ന ഫിസ് സഫരി മരിച്ചുപോയ മുസാഫിരീങ്ങളിലുണ്ട്. സഫർ എന്ന് മുസാഫിറിന്റെ ഇസ്മു ജമ്മാണത്. ഇത് മലോ അവർ പോയതിന് വേണ്ടി മഹലൻ വളരെ വിദൂരതയുണ്ട്, താമസമുണ്ട് എന്ന് വെച്ചാൽ പെട്ടെന്നൊന്നും മടങ്ങി വരൂല. മരിച്ചവരൊന്നും മടങ്ങി വന്നിട്ടില്ല. ചുരുക്കം ചിലര് ഈസാ നബി ജീവിപ്പിച്ചിട്ടൊക്കെ മടങ്ങി വന്നിട്ടുണ്ട് എന്നല്ലാതെ അധിക പേരും തിരിച്ചു വന്നിട്ടില്ല. ഇന്നലനാ ഫിദ്ദുന്യാ ഹുലൂലൻ എന്താ, നമുക്കുണ്ട് ദുന്യാവില് ഒരു ഇറക്കമുണ്ട്. വലന അൻഹാ ഇലൽ ആഖിറത്തി ഇർതിഹാല നമുക്ക് ആ ദുന്യാവിൽ നിന്ന് ആഖിറത്തിലേക്കൊരു പോകലുമുണ്ട്. വൽ മുസാഫിറൂന യാത്ര പോയവര് മരിച്ചുപോയവര് എന്നർത്ഥം. കത്തവഖലു ഫിൽ മുദിയി പോവലിൽ അവര് പൂണ്ടുപിടിച്ചു. ഒരു പോവൽ, ആ പോകല് ഒരു മടങ്ങി വരാത്ത പോക്കാണ് എന്നർത്ഥം. റുജു അല്ലോ അവർക്ക് മടക്കമില്ല. താമസമുണ്ട് എന്ന് പറഞ്ഞാല് എന്നും താമസം തന്നെ മടങ്ങി വരൂല. മടക്കമുള്ളത് ആഖിറത്തിലേക്കുമാണ്. അപ്പൊ കുറെ കാലം കഴിഞ്ഞിട്ടാണല്ലോ ആഖിറത്തിലേക്ക് മടങ്ങി വരല്. പിന്നെ ഫഹുദിഫൽ മുസ്നദു മുസ്നദിനെ കളയപ്പെട്ടു. അല്ലതീ കണ്ട മുസ്നദാണ് ഹുവ ലറുഫുൻ ലറുഫാണ് ഖത്അൻ. അതെ, ലന എന്നുള്ളത് അത് ലറുഫ് തന്നെയാണ് ഖത്അൻ. ലി ഖസ്ദിൽ ഇഖ്തിസാരി ഇഖ്തിസാറിനെ കരുതിയതിന് വേണ്ടി. വൽ ഉദൂലി ഇലാ അഖ്വ ദലീലൈനി രണ്ട് ദലീലിൽ നിന്ന് അഖ്വയിലേക്ക് തെറ്റിയതിന് വേണ്ടിയും. ഖബറിന് അക്കല് കണ്ടുപിടിക്കട്ടെ, അയിനിൽ അക്കല. കാരണം ഈ യാത്രയുമുണ്ട്, ഒരു ഇറക്കവുമുണ്ട്, ഒരു യാത്രയുമുണ്ട് എന്ന് പറഞ്ഞ് നിൽക്കുമ്പോൾ ആർക്കുണ്ട്? അതിന് അക്കൽ ചിന്തിപ്പിക്കുക നമുക്കുണ്ട് എന്ന് തന്നെയാണ് കിട്ടും. ഒരു ലീക്കിൽ മക്കാമ് കുർസാദിന് വേണ്ടിയും. അയിന് അൽ മുഹാഫളത്താല ശൈരി ബെയ്ത്തിന്റെ വസ്ന് സൂക്ഷിക്കലാണത്. പിന്നെ ഒലിത്തിബായിൽ ഇസ്തിമാലിനോട് പിൻപറ്റിയതിന് വേണ്ടിയും. അതെന്താ ഇസ്തിമാല്? ലിത്തിറാദിൽ അൽഫി ഫീ മിസ്ലി ഇന്നമാലൻ വ ഇന്ന വലതൻ. ഇന്നമാലൻ വ ഇന്ന വലതൻ പോലത്തതില് ഖബറിനെ കളയൽ മുത്തരിതായതിന് വേണ്ടി എന്നല്ല. വഖദ് വദഅ സീബവൈ ഇമാമ് നിശ്ചയിച്ചിട്ടുണ്ട് ഫി കിതാബ് തന്റെ കിതാബിൽ ലിഹാദാ ബാബൻ ഇതിനൊരു ബാബ് തന്നെ വെച്ചിട്ടുണ്ട്. ഫഖാല
ഹാദാ ബാബു ഇന്ന മാലൻ വ ഇന്ന വലതെന്ന. അവിടെ കുറച്ച് മുതൽ നമുക്കുണ്ട്, കുട്ടികളും നമുക്കുണ്ട് എന്നാണ് അതിൻ്റെ അർത്ഥം. ഇൻഷാ അല്ലാഹ് വആഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസല്ലല്ലാഹു അലാ സയ്യിദിനാ മുഹമ്മദിൻ വആലിഹി വസഹ്ബിഹി അജ്മഈൻ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.